അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി മന്ന അലൈനാ ബിഇൻസാലിൽ ഖുർആൻ വറത്തബഹു ബിതിലാവത്തിൽ അദീം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വൽ ഫായിസീന അജ്മഈൻ അമാ ബഅദ്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് സൂറത്തു ഖാഫിലെ ആയത്തുകളെ പറ്റിയിട്ടാണ്. സൂറത്തു ഖാഫിലെ 35 വചനങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി കേവലം 10 വചനങ്ങൾ കൂടിയാണുള്ളത്. നമ്മുടെ എക്സാമും അടുത്തിരിക്കുകയാണ്. പരമാവധി അതിനുള്ള ഭാഗങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിനപ്പുറത്തേക്ക് മനി മൗലവിയുടെ തഫ്സീർ വായിക്കുക കൂടി ചെയ്യണം. ഇതിൽ കേവലം ആയത്തും ആയത്തിൻ്റെ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. കൂടുതൽ പഠിക്കുന്നവരും കൂടുതൽ ഖുർആനിനെ പറ്റി അറിയണമെന്ന് താല്പര്യപ്പെടുന്നവരും എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എന്താക്കണം, തഫ്സീർ കൂടി വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് 36-ാമത്തെ വചനത്തിനെ പറ്റിയിട്ടാണ്. അള്ളാഹു ആ വചനത്തിൽ പറയുകയാണ്, വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും ബത്ശൻ ഫനഖബു ഫിൽ ബിലാദ് ഹൽ മിൻ മഹീസ്. ഇവരുടെ മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു. അവർ ഇവരെക്കാൾ കടുത്ത കയ്യൂക്കുള്ളവരായിരുന്നു, ശക്തിയുള്ളവരായിരുന്നു. എന്നിട്ട് അവർ നാടുകളിൽ കൂടി കരണ്ട് നോക്കി, അഥവാ അവരുടെ നാടുകളിൽ മലയും ഇതൊക്കെ തുറന്നിട്ടാണ് അവർ വീടൊക്കെ ഉണ്ടാക്കി. നാടുകളിൽ കൂടി കരണ്ട് നോക്കി ഓടി രക്ഷപ്പെടുന്ന വല്ല സ്ഥാനവുമുണ്ടോ? ഇങ്ങനെ വലിയ വലിയ കൊട്ടാരങ്ങളും വലിയ വലിയ ഗുഹകളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പോയിരുന്നിട്ടെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നവർ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? അയിനമാ തക്കൂനു, നിങ്ങൾ എവിടെയാണ് ഉണ്ടെങ്കിലും, ഏത് പ്രദേശത്താണ് ഉണ്ടെങ്കിലും, ഏത് ഹോസ്പിറ്റലിൻ്റെ ICUവിലാണ് എന്നുണ്ടെങ്കിലും, ഏതൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള നൂതന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള കേന്ദ്രത്തിലാണ് എന്നുണ്ടെങ്കിലും, അള്ളാഹു ആ നിശ്ചയിച്ച അവധിയിൽ നമ്മളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. അത് നമ്മൾ വിമാനത്തിലാണ് എന്നുണ്ടെങ്കിലും, ഷിപ്പിലാണ് എന്നുണ്ടെങ്കിലും, കാറിലാണ് എന്നുണ്ടെങ്കിലും, വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലും, അള്ളാഹു നിശ്ചയിച്ച ആ അവധിയിൽ നമുക്ക് അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരും അല്ലേ? എത്ര കയ്യൂക്കുള്ളവരും നശിപ്പിക്കപ്പെടാതെ അള്ളാഹുവിലേക്ക് മടങ്ങാതെ മരണപ്പെടാതെ ഈ ലോകത്ത് സ്ഥിരവാസികളായിക്കൊണ്ട് ഇവിടുത്തെ സ്ഥിരവാസികളായിട്ട് മാറിയിട്ടില്ല എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നതാണ്, ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ്സമഅ വഹുവ ശഹീദ്. നിശ്ചയമായും അതിൽ മേൽ വിവരിച്ചതിൽ ഇതുവരെ നേരത്തെ നമ്മൾ പറഞ്ഞ ഓരോ സമൂഹങ്ങളുടേതുണ്ടല്ലോ. ആദ്യത്തിൽ നമ്മൾ പറഞ്ഞ കദബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ വ അസ്ഹാബുർ റസ്സി വ സമൂദ് എന്ന് പറഞ്ഞ ആ സമൂഹങ്ങൾ ഒക്കെ നമുക്കെന്താണ്, ഒരു ആയത്താണ്, ദൃഷ്ടാന്തമാണ്, നമുക്കുള്ള മുന്നിലുള്ള മാതൃകയാണ്. എങ്ങനെയാണ്, ആർക്കാണ് ആ മാതൃക, ആർക്കാണ് ആ ഉത്ബോധനം, ആർക്കാണ് ആ ദിക്ർ? ലിമൻ കാന ലഹു ഖൽബുൻ, യാതൊരുവന് ചിന്തിക്കുവാൻ ആലോചിക്കുവാൻ കഴിയുന്ന ഹൃദയമുണ്ടോ, ബുദ്ധി കൊടുക്കുന്നുണ്ടോ? ഔ അൽഖസ്സമഅ വഹുവ ഷഹീദ്, അല്ലെങ്കിൽ സന്നദ്ധനായും കൊണ്ട് കാതുകൊടുത്ത് കേട്ടുവോ? അങ്ങനെയുള്ളവനാണ് എന്തുള്ളത്? അങ്ങനെയുള്ളവനാണ് മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ, സമുദായങ്ങളിൽ അവൻ്റെ ജീവിതത്തിൽ അവൻക്ക് പരിവർത്തനത്തിന് കാരണമാക്കുവാനുള്ള കാരണങ്ങളുള്ളത് അല്ലേ? നമ്മൾ സൂറത്തു മുൽക്കിൽ നമ്മൾ പഠിച്ചല്ലോ, ഇന്നാ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർ. ഇന്നാ കുന്നാ നസ്മഉ നഅഖിൽ, ഞങ്ങൾ കേൾക്കുകയും കാണുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ, ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ സഈറിൽ അധപ്പതിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ മാറില്ലായിരുന്നു എന്നുള്ളൊരു വിലാപം നമ്മൾ സൂറത്തു മുൽക്കിൽ പഠിച്ചു. അതേപോലെ തന്നെ അള്ളാഹു പറയാണ്, ഈ സമൂഹങ്ങളുടെയൊക്കെ ചരിത്രമൊക്കെ ആർക്കാണ് ഉപകാരപ്പെടുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഹൃദയമുണ്ടാകണം, ചിന്തിക്കാൻ കഴിയണം, അതുപോലെ തന്നെ കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുകയും വേണം. വലഖദ് ഖലഖന السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب. ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെ നമ്മൾ ആദ്യത്തിൽ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയണ, ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതും അള്ളാഹു സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടാണ്. എന്നിട്ട് ആ ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ട് അള്ളാഹുവിനെ യാതൊരു ക്ഷീണവും ബാധിച്ചിട്ടില്ല.
അല്ലേ? ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഒരു മയക്കമോ ഉറക്കമോ ഒരു തളർച്ചയോ ബാധിക്കാത്തവനാണ് എൻ്റെ നാഥൻ. ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്ന ശക്തിമത്തായ ശക്തിയുള്ളവൻ, ഏറ്റവും ഉന്നതിയുള്ളവൻ, ഏറ്റവും അസീസായവൻ. മില്ലുഗൂബ്, ഒന്നും അള്ളാഹുവിനെ ബാധിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറയാണ് ഫസ്ബിർ അലാ മാ യഖൂലൂൻ, റസൂലിനോടാണ് പറയുന്നത്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്നത്, അവിശ്വാസികൾ നിനക്കെതിരെ പറയുന്നതിന് നീ ക്ഷമിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ലൽ ഖുറൂബ്, അസ്തമയത്തിന് മുമ്പും നിൻ്റെ റബ്ബിനെ, സൂര്യോദയത്തിന് മുമ്പും അല്ലേ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൺറൈസിന് മുമ്പും അതുപോലെ തന്നെ അസ്തമയത്തിന് മുമ്പും നിൻ്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തിക്കൊണ്ട് സ്തുതി കീർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാം, അവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നീ അതിൽ തളരരുത്. നീ ആരാധനാ കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്തുവാനും അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥവും ഈ വചനങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നീ ജാഗരൂകരായിരിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാറസ് സുജൂദ്, രാത്രിയിൽ നിന്ന് തന്നെ കുറച്ച് സമയം അവന് നീ തസ്ബീഹ് ചെയ്യുക. അല്ലേ? ഇവിടെ തസ്ബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമസ്കാരമാണ്. വഅദ്ബാറസ് സുജൂദ്, സുജൂദിൻ്റെ നമസ്കാരത്തിൻ്റെ പിന്നിലും നീ അവന് തസ്ബീഹ് നടത്തുക. ഫസബ്ബിഹു വഅദ്ബാറസ് സുജൂദ്, അല്ലേ? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പരമപരിശുദ്ധനായിട്ടുള്ള അള്ളാഹു. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദികല്ലാഹുമ്മ ഗഫിർലി എന്നുള്ളതാണ് നമ്മൾ സുജൂദിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്നുള്ളത്. അല്ലേ? നമുക്ക് ഈ റമദാനിലൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു വചനത്തെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അല്ലേ? നാവിന് ഏറ്റവും കനം കുറഞ്ഞിട്ടുള്ള ഒരു പദം, എന്നാൽ പരലോകത്ത് നമ്മുടെ മീസാനിൽ നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് നമുക്കേറ്റവും ഉപകാരപ്രദമാകുന്നത്. അല്ലേ? സുബ്ഹാന, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന, ആ ഒരു ഏറ്റവും ലളിതമായ വാചകം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് നമുക്ക് ഉരുവിടുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും കഴിയണം. ഇനി 41-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു 41-ാമത്തെ ആയത്തിൽ പറയുന്നത് വസ്തമിഅ് യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്, മനുഷ്യ, അടുത്ത സ്ഥലത്ത് നിന്ന് വിളിച്ചേക്കുന്ന ഒരാൾ വിളിക്കുന്ന ദിവസത്തെ നീ ചെവിയോർത്തു കൊണ്ടിരിക്കുക. വസ്തമിഅ് യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്. അല്ലേ? പുനർജീവനത്തിന് വേണ്ടിയിട്ട് കാഹളത്തിൽ ഊതുന്നതിനെ പറ്റിയിട്ടും അതിനുള്ള വിളിയെ പറ്റിയിട്ടൊക്കെയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അടുത്ത സ്ഥലത്ത് നിന്ന് വിളിച്ചേക്കുന്ന ഒരാൾ വിളിക്കുന്ന ദിവസത്തെ നീ ചെവിയോർത്തു കൊണ്ടിരിക്കുക. യൗമ യസ്മഊന സ്വയ്ഹത ബിൽ ഹഖ് ദാലിക യൗമുൽ ഖുറൂജ്, അതായത് ആ ഘോര ശബ്ദം, ആ കാഹളത്തിൽ ഊതുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ യഥാർത്ഥമായി കേൾക്കുന്ന ദിവസം, അന്ന് ഖബറുകളിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു കൊണ്ടുവരും. അല്ലേ? ഞാൻ സൂറത്തു യാസീനിലെ വചനങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു. അവിടെ പറയുന്നുണ്ട് വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ, ഊതപ്പെട്ടാൽ, ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ തൻ്റെ റബ്ബിലേക്ക്, അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് റബ്ബിലേക്ക് സഞ്ചരിക്കുന്നവരായിരിക്കും, റബ്ബിലേക്ക് നടക്കുന്നവരായിരിക്കുമെന്ന് അങ്ങനെ കുഴിമാടങ്ങളിൽ നിന്ന് നീക്കുന്നവർ പറയുന്നതാണ്. മംബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന്, ഈ കിടത്തത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത്. ദാലിക യൗമുൽ ഖുറൂജ്, ഇതാണ് പുനരുദ്ധാനത്തിൻ്റെ പുറപ്പാടിൻ്റെ ദിവസം. അള്ളാഹു പറയണ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ ഇന്നാ നഹ്നു നുഹ്യി വനുമീതു വഇലൈനൽ മസീർ, നിശ്ചയമായും നാം തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ, നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ് മടക്കവും
അല്ലേ? നമ്മൾ ആപത്തുകൾ ഉണ്ടായാൽ ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനമുണ്ട്, ഇന്നാലില്ല, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവാണ് ഞങ്ങൾക്ക് സകലവിധ കാര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത്, ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെന്താണ് അള്ളാഹുവിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നവരും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സൂറത്ത് ബഖറയിൽ അല്ലാഹു ഏറ്റവും നല്ല ക്വാളിറ്റിയെ പറ്റി പറയുമ്പോഴും ഇന്നഹും യദുന്നൂന, അല്ലേ? അവിടെ പറയുന്നുണ്ട് ഇന്നഹും യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം الذين يظنون അന്നഹും മുലാഖൂ റബ്ബിഹിം അന്നഹും ഇലൈഹി റാജിഊൻ. അവരുടെ ചിന്തയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന, അവരുടെ മനസ്സിൽ തേട്ടിക്കൊണ്ടുവന്നിരുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നുള്ളത്. വന്നഹും ഇലൈഹി റാജിഊൻ, അവർ അള്ളാഹുവിലേക്ക് തന്നെയാണ് മടങ്ങുന്നതും, അല്ലേ? ആ മടക്കത്തിനെ പറ്റിയിട്ട്, അള്ളാഹുവിലേക്കുള്ള മടക്കത്തിനെ പറ്റിയിട്ട്, മരണത്തിനെ പറ്റിയിട്ട്, പരലോകത്തിനെ പറ്റിയിട്ട് സദാ നമ്മൾ ഓർക്കണം. യൗമ തശഖഖുൽ അർദു അൻഹും സിറാഅ ദാലിക ഹശ്റുൻ അലൈനാ യസീർ. അവർ പുറത്തു വരുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, അവരിങ്ങനെ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കും, പുറത്തു വരാൻ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കും. അവരിൽ നിന്ന് ഭൂമി പിളർന്നു പോകുന്ന ദിവസം, അത് നമ്മുടെ മേൽ നിസാരമായ ഒരുമിച്ച് കൂട്ടലത്രേ, അല്ലേ? ആ കാഹളത്തിൽ ഊതുന്ന സമയത്ത് അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അവരുടെ മേലുണ്ടായിരുന്ന മണ്ണ്, ഖബറിൻ്റെ മണ്ണുകളെല്ലാം മാറി നിന്ന്, ഒരു മണ്ണിൽ നിന്ന് ഒരു സസ്യത്തെ, തരിശു ഭൂമിയിൽ നിന്ന്, വറ്റി വരണ്ട ഭൂമിയിൽ നിന്ന് ഒരു സസ്യത്തെ എങ്ങനെയാണോ മുളപ്പിച്ചുകൊണ്ട് അല്ലാഹു പച്ച സസ്യമായി കൊണ്ട് വളർത്തുന്നത്, അതുപോലെ മരണപ്പെട്ടവരെ, മരിച്ചു പോയവരെ, നമ്മളെയൊക്കെ അല്ലാഹു ഉണങ്ങിക്കിടന്നതിൽ നിന്ന് ജീവനുള്ളവരായിക്കൊണ്ട് വളർത്തും. അത് നമ്മുടെ അടുക്കൽ അല്ലാഹുവിന് ഏറ്റവും എളുപ്പമാണ്, അള്ളാഹുവിന് വളരെ സിമ്പിളാണ്, ഈസിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അവസാനത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ വമാ അൻത അലൈഹിം ബിജബ്ബാർ ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. അള്ളാഹു പറയാണ്, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, നാം അറിയുന്നുണ്ട് കേട്ടോ, നീ പറയുന്നതിനെ എല്ലാം നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ഒമാൻ തഅലൈഹിം ബിജബ്ബാർ, നബിയോട് പറയാണ്, അവർ പറഞ്ഞിരുന്നതിനെക്കുറിച്ച് നാം നല്ലവണ്ണം അറിയുന്നുണ്ട്. നീ അവരുടെ മേൽ നിർബന്ധം ചെലുത്തുന്ന, നീ നിർബന്ധം അവരെങ്ങനെ അതിനു വേണ്ടി ഇങ്ങനെ എന്ത് ചെയ്യുക, അവരെ നിർബന്ധിപ്പിക്കുവാൻ റസൂലിന് അധികാരമില്ല, അല്ലേ? റസൂല് ഒരുപാട് ആഗ്രഹിച്ചതാണ് അബൂ താലിബ് ഒന്ന് ഇസ്ലാം സ്വീകരിക്കാൻ, പക്ഷേ റസൂലിന് അതുകൊണ്ടൊരു പ്രയോജനവും കിട്ടിയില്ല. അബൂ താലിബിനെ ഇസ്ലാം സ്വീകരിക്കാതെയാണ് അബൂ താലിബ് മരണപ്പെട്ടു പോയത്. ആരുടെ മേലും ഈ മതം സ്വീകരിക്കണമെന്നുള്ളൊരു നിർബന്ധം നബിയെ നീ പുലർത്തേണ്ടതില്ല, നിനക്ക് അവരുടെ മേലൊരു നിർബന്ധ ചെലുത്തേണ്ട അത്ര അധികാരമൊന്നുമില്ല. ഫദക്കിർ, എന്നാൽ റസൂൽ എന്താണ് ചെയ്യേണ്ടത്? ഫദക്കിർ, നീ ഉത്ബോധനം നടത്തുക, അവരെ ഓർമ്മപ്പെടുത്തുക. ബിൽ ഖുർആനി, എന്തുകൊണ്ടാണ് നമ്മൾ ഉത്ബോധനം നടത്തേണ്ടത്? ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട്, ഈ വേദ ഗ്രന്ഥം കൊണ്ട്, അല്ലേ? ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഈ സൂറത്തു ഖാഫിൻ്റെ തുടക്കം ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഖുർആനിനെയാണ് സത്യപ്പെടുത്തുന്നത്. അവസാനത്തിലും അല്ലാഹു ഖുർആനിനെയാണ് പറയുന്നത്. ഫദക്കിർ ബിൽ ഖുർആൻ, നീ ഖുർആൻ കൊണ്ട് താക്കീത് ചെയ്യുക. മയ്യഖാഫു വഈദ്, ആരെയാണ് നീ ഖുർആൻ കൊണ്ട് താക്കീത് ചെയ്യേണ്ടത്? മയ്യഖാഫു, എൻ്റെ താക്കീതുകളെ ഭയപ്പെടുന്നവരെ. മയ്യഖാഫു വഈദ്, എൻ്റെ താക്കീദിനെ, നരകത്തിനെ ഭയപ്പെടുന്നവർ, സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നവർ, ആ താക്കീതുകളെ ഭയപ്പെടുന്നവരെയാണ് നീ ഉത്ബോധനം നടത്തേണ്ടത്, ഖുർആൻ കൊണ്ട് നീ ഉത്ബോധിപ്പിക്കേണ്ടത്, അല്ലേ? സ്വർഗത്തെ പറ്റി പറയുമ്പോൾ സ്വർഗം ആർക്കുള്ളതാണ് എന്ന് സൂറത്തു നാസിആത്തിൽ അല്ലാഹു പറയുമ്പോൾ, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛയെ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെയും മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ദേഹേച്ഛകളെ തടഞ്ഞു നിർത്തുന്നവനാണ് സ്വർഗമുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം
മറ്റുള്ളവർക്ക് ദഅവത്ത് നടത്തേണ്ടതും ഈ ഖുർആൻ കൊണ്ടാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നീ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ്, നീ ദഅവത്ത്, കഠിന പരിശ്രമം നടത്തിക്കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഈ ഖുർആൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ടത് പരലോകവും നരകവുമൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആ നരകത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും രക്ഷപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ സ്വർഗപ്രവേശനത്തിനു കൂടി സാധ്യമാകണം. നമ്മുടെ ഈ ഖുർആൻ പഠനങ്ങളൊന്നും കേവലം ഏതെങ്കിലും ഒരു സമ്മാനങ്ങൾക്ക് വേണ്ടിയല്ല, അതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും ലക്ഷ്യം വെച്ചുകൊണ്ടുമായിരിക്കണം. ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്പസ്വല്പമെങ്കിലും മാറ്റമുണ്ടാക്കുവാൻ നമുക്ക് കഴിയണം, നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ ഈ റമളാൻ മാസത്തിലെ മിസ്ബാഹിന് വേണ്ടിയിട്ടുള്ള പഠനം അങ്ങനെ മാറ്റുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മിസ്ബാഹിൻ്റെ എക്സാം എല്ലാവരും വളരെ ഉഷാറായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതുവാനും അതിൽ ജേതാക്കളാകുവാനും നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.